ജസ്ലിന്റെ കണ്ണാടി എവിടെ? അത് ഒടിഞ്ഞു പോയില്ലേ? അത് ഇന്നത്തില്ല, വണ്ടിയുടെ അകത്തില്ല. നോക്കി ഇല്ല. ഞങ്ങള് 2-3 ദിവസമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിൽ ഇതിപ്പോൾ അവസാനത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നുകൊണ്ട് സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നു. നമുക്ക് പള്ളിയിൽ നിന്ന് വാങ്ങിച്ചു തരാം. വേറെ എന്തില്ല, ഇന്നുകൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി തീരുമല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നാണ് അവസാനത്തെ ദിവസം. പോവാം. ഇറങ്ങ്. ജസ്ലിന് വെള്ളം വേണം. ഇവിടെ നിൽക്കാൻ തന്നെ ഇത് തണലായോണ്ട് ഇവിടെ വാ പൊട്ടിയിരിക്കണല്ലേ. ബി കോംപ്ലക്സിന്റെ ഗുളിക വാങ്ങിക്കണം. വൈറ്റമിൻ ഡെഫിഷ്യൻസി. ഓക്കെ, ഞങ്ങൾ ഇടത്തേൽ വന്ന് ഇത് കണ്ട, ഇത് നല്ല മരമല്ലേ ഇത്. അതിൻ്റെ ഇതൊക്കെ പോയിരിക്കുന്നുണ്ടോ അല്ലേ? നല്ല രസമുണ്ട് കാണാൻ. വാവ്. ജസ്ലിൻ്റെ ആ കിടക്കുന്ന സ്പൈഡർമാനെ കണ്ടിട്ട് അത് വേണമെന്നും പറയുക. നമുക്ക് പള്ളിയിൽ പോകുമ്പോൾ മേടിച്ചു തരാം കേട്ടോ. എത്ര പപ്പയുണ്ട്? കുറേ പപ്പ. എത്ര ജസ്ലുണ്ട്? കുറേ ജസ്ല്. എന്താ ലിബി അവിടെ സാധനം നോക്കിക്കൊണ്ടിരിക്കുക, ഉടുപ്പ് നോക്കിക്കൊണ്ടിരിക്കുക. നാളെ പള്ളിയിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വന്നപ്പം ഉടുപ്പൊന്നും കൊണ്ടുവന്നില്ല. പള്ളിയിൽ പോകണമെന്ന് വിചാരിച്ചില്ല, പക്ഷെ ഇവിടെ നമ്മൾ ഹോസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഇല്ലാതെ ഉടുപ്പെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പം നാളെ പള്ളിയിൽ പോയി ഉടുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉടുപ്പെടുക്കാൻ വന്ന ജസ്ലിന് ഇവിടെ എത്തി കളിച്ചോണ്ടിരിക്കുക. എന്ത് പറ്റി? കോഴി താഴെയാ. ആ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ ഇവിടെ നോക്കാനാ? എന്നാ ഇവിടെ നടക്കും. ലിപിക്ക് ഉടുപ്പ് എടുത്തില്ല ഇതുവരെ. ഇഷ്ടപ്പെട്ടില്ലെന്നോ? ഇഷ്ടപ്പെടാൻ ഉണ്ടാവേ. ഇത്ര സാധനം വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ. ഇവിടെ ഇടത്ത പെരുന്നാളൊക്കെ ആകുമ്പോൾ തമിഴന്മാർ ഇവിടെ വന്ന് ഓരോ കടയൊക്കെ ഇട്ടിട്ട് ഉള്ള പരിപാടിയാണ്. പെരുന്നാൾ തുടങ്ങി. ഇടത്ത പെരുന്നാൾ. വിശന്നലമ്പ വിശന്നെന്താന്ന് തോന്നുന്നു. കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കും. നമ്മൾ ഇതിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇരിക്കാത്തതാണ് നമ്മളടുത്ത് അകത്ത് വെച്ചിരിക്കുന്നത്. സോ അങ്ങനെ ഇതുകൊണ്ട് നമ്മുടെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. നമ്മളിതെല്ലാം ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ അവിടെ ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാം നേരത്തെ വാങ്ങിച്ച് സെറ്റപ്പാക്കി റെഡി ആയിട്ടൊക്കെ വെക്കുന്നത്. അതെല്ലാം ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. അപ്പം ഇന്നത്തെ ഇതുകൊണ്ട് പരിപാടി എല്ലാം കഴിഞ്ഞു. ഇപ്പം തന്നെ 12:40 നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിൽ, ഒരു രക്ഷയില്ലാത്ത വെയിൽ. ലിവിങ് കൊച്ചും കൂടെ അപ്പുറത്തോട്ട് പോയിരിക്കുക. ഇനി ഞങ്ങൾ വെള്ളം കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാം. പെയിന്റ് അടിച്ചല്ലേ ലിവി? പണ്ട് വേറെ പെയിന്റ് അല്ലായിരുന്ന അല്ലേ? പെരുന്നാളായോണ്ടാ പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ? വൈകുന്നേരമായി. ഞങ്ങളിത് ജസ്ലിന് തല്ലിക്ക വേണമെന്ന് പറഞ്ഞിട്ട് തല്ലിക്ക പൊട്ടിക്കാനായിട്ട് തല്ലിക്ക തപ്പി കണക്കും. ഇതേ ഉണ്ട്. വാ എന്നാ പിടിച്ചോ. എന്ത് ഭംഗിയാ ഇത് നോക്കിയേ. ആ കപ്പുറത്തെ കണ്ടത്തിപ്പ് നോക്കാം.
തവള ഇരിക്കുന്നുണ്ട്. തവള പപ്പ കാണിച്ചതേ. എവിടെ? ആ അതേ ഇരിക്കുന്നത്. കണ്ടോ? കണ്ടോ തവള ഇരിക്കുന്നുണ്ടോ? ജസ്റ്റും കണ്ടില്ലേ? അതേ ഇരിക്കുന്നത്. ആക്രം പപ്പ കാണിച്ചതേ. കണ്ടോ തവള ഇരിക്കുന്നുണ്ടോ? പാറ്റിരിക്കുക. ഇവിടെയൊക്കെ വൈകുന്നേരം നല്ല കാറ്റുണ്ട്. ഇവിടെ മതി, അങ്ങ് പോവാം. നോക്കത്താ ദൂരത്ത് കണ്ടെന്നിട്ട് കിടക്കുന്ന നെൽപ്പാടങ്ങളിൽ ഇപ്പം വെള്ളം കയറ്റിയിട്ടിരിക്കുക. ഇനി വിതക്കുന്ന സമയമാകുമ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് വെള്ളം മാറ്റിയിട്ട് വിത്തിടും. നമുക്ക് പോവാം. വാ, തല്ലിക്ക് എടുത്ത കുഞ്ഞെ, തല്ലിക്ക് എടുത്തിട്ട് വാ, നമുക്ക് പൊട്ടിക്കാം. പുറമേ കാണുമ്പോഴുള്ളൂ, പക്ഷെ അകത്ത് നല്ലത്. കണ്ടോ? ഒരാൾ ചെരുപ്പിട്ടുണ്ട് വരിക. ഞാൻ പറഞ്ഞ ചെരുപ്പിട്ടില്ലെങ്കിൽ ഇത് മൊത്തം ഞാൻ തിന്നുമെന്ന് പറയും. ചെരുപ്പിട്ടുണ്ട് വന്ന് എന്നാ നീ വെച്ചത് ഈ വാഴ എന്തുവാ? പണ്ട് ഞങ്ങൾ ഓണത്തിന് വന്നിട്ട് വാഴ വെച്ചായിരുന്നു. കൈ കൊണ്ടത് ജസ്ലി. അതിൽ ജസ്ലിം വെച്ച വാഴ കൊലച്ച്. ഈ വാഴ എന്താ വെച്ചതെന്ന് തോന്നുന്നു. നീ ഈ വാഴ വെച്ചെന്ന് തോന്നുന്നു. ജസ്ലിം വെച്ച വാഴ കൊലച്ച്, ഞാൻ വെച്ച വാഴ